الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ മഹത്തായ സദസ്സിനെ നാളെ പരലോകത്ത് കൂലി കിട്ടുന്ന സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ദഅവത്ത് നാം ബാധ്യത നിർവഹിച്ചുവോ? ഇതാണ് ഇന്നത്തെ എൻ്റെ സംസാരത്തിലെ വിഷയം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി അൽമിമ്പറിൻ്റെ രൂപത്തിലൊരു ചെറിയ മാറ്റം നിങ്ങൾക്ക് ദർശിച്ചിട്ടുണ്ടാവും. സ്വാഗതവും അധ്യക്ഷൻ്റെ പ്രസംഗവും സംസാരവുമൊക്കെ അത് നമുക്ക് വ്യക്തമാക്കി തരുന്നു. വലിയ ഒരു മുന്നൊരുക്കത്തിൻ്റെ തുടർച്ചയെന്നോണം ആദർശ ബന്ധുക്കളെ എല്ലാവരെയും ഒരേ മനസ്സോടുകൂടി ഒരു വലിയ കാര്യനിർവഹണത്തിന് വേണ്ടി ഒരുക്കുക എന്നതാണ് ഇങ്ങനെയുള്ള ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അൽമിമ്പറിൽ നമ്മൾ സാധാരണ സംസാരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. ചിലർക്കെങ്കിലും ഇത്തരത്തിലുള്ള സമയത്ത് പൊതുവായി സംസാരിക്കുന്ന വിഷയങ്ങൾ, പഠിക്കാൻ ഉതകുന്ന വിഷയങ്ങൾ തന്നെ സംസാരിച്ചാൽ പോരെ, ഇത്തരം വിഷയങ്ങൾ ദഅവത്ത് നടത്തുന്നവർക്കും സംഘടനാ പ്രവർത്തകർക്കുമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ എന്ന ഒരു സംശയമുണ്ടായേക്കാം. യഥാർത്ഥത്തിൽ ദഅവത്ത് എന്നത് ആരുടെയെങ്കിലും മേൽ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടതല്ല. എല്ലാ മുസ്ലിങ്ങൾക്കും ബാധ്യതയായിട്ടുള്ള ഒരു കാര്യമാണ് ദഅവത്ത് എന്നത്. നമസ്കാരത്തിന് നമ്മൾ ആരെങ്കിലും നിർവഹിച്ചാൽ പോരെ എന്ന് പറയാറില്ല. അതുപോലെ ഇതും ആരെങ്കിലും നിർവഹിച്ചാൽ പോരെ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പനകളൊക്കെ
ഓരോരുത്തരും നിർവഹിക്കേണ്ടതുണ്ട്, സമൂഹം നിർവഹിക്കേണ്ടതുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ, ആ രൂപത്തിലുള്ള ഒരു കൽപ്പനയാണ് യഥാർത്ഥത്തിൽ ദഅവത്തിനെ സംബന്ധിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയ ആയത്തിൻ്റെ ശകലം അതൊരു കൽപ്പനക്രിയയാണ്. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന വജാദിലുഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഉദൂ, ദഅ എന്ന വാക്കിൻ്റെ കൽപ്പനക്രിയയാണത്. ഉദൂ, നീ ക്ഷണിക്കണം. വിശ്വാസികളോടുള്ള അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന. എവിടേക്കാണ് ക്ഷണിക്കേണ്ടത്? ഇലാ സബീലി റബ്ബിക, നിൻ്റെ രക്ഷിതാവിൻ്റെ വഴിയിലേക്ക്, ഇസ്ലാമിലേക്ക്, ഹിദായത്തിലേക്ക്, സന്മാർഗത്തിലേക്ക്. ആരോടാ കൽപ്പിച്ചത്? വിശ്വാസികളോട്. ഈ വഴി മനസ്സിലാക്കിയ, ഈ മാർഗം ഉൾക്കൊണ്ട ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർ നിർവഹിക്കേണ്ടുന്ന എന്തൊരു താല്പര്യത്തിന് വേണ്ടിയാണോ അവൻ ആ വഴി സ്വീകരിച്ചതെങ്കിൽ അത് തൻ്റെ സഹോദരനും തൻ്റെ ചുറ്റുപാടിലുള്ളവർക്കും ലഭിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി നിൻ്റെ രക്ഷിതാവിൻ്റെ വഴിയിലേക്ക് നീ ക്ഷണിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. വൽ തകും മിൻകും ഉമ്മത്തൻ യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹം, ഒരു കൂട്ടം ആളുകൾ നിങ്ങളിൽ നിന്നുണ്ടാവുക തന്നെ വേണമെന്ന് പറഞ്ഞ് സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, പറയുക പ്രവാചകരെ, ഇതാകുന്നു എൻ്റെ വഴി. അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അഥവാ അള്ളാഹുവിൻ്റെ വഴി ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ വഴിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അലാ ബസീറത്തിൻ, വളരെ ഉൾക്കാഴ്ചയോടുകൂടി. ഇങ്ങനെയുള്ള ഒട്ടനവധി ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയൊക്കെ കൽപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത്. ഹദീസുകളിലും നമുക്കിത് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല്ലിഉ അന്നി വലൗ ആയ, നിങ്ങൾ എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും എത്തിച്ചു കൊടുക്കുക. ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രിൻ ഫാഇലിഹി, നിങ്ങളൊരു കാര്യം അറിയിച്ചു കൊടുത്താൽ ആ അറിയിക്കപ്പെട്ട മനുഷ്യൻ ആ കാര്യം നിർവഹിച്ചാൽ ചെയ്തവൻ്റെ കൂലി അറിയിച്ചു കൊടുത്തവനുമുണ്ടെന്ന പ്രോത്സാഹനം നൽകുന്ന, ദഅവത്തിന് പ്രോത്സാഹനം നൽകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. ഖൈബർ വേളയിൽ വളരെ നിർണായകമായൊരു സന്ദർഭം, ജൂതന്മാർ ഖൈബർ കോട്ടകളിൽ അഭയം തേടി വിശ്വാസികൾ ആ കോട്ടകൾക്ക് ചുറ്റും വലയം ചെയ്ത് അവരെ ഉപരോധിച്ചു കൊണ്ടിരിക്കുന്ന സമയം, എങ്ങനെയെങ്കിലും അവരെ പരാജയപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ആ ഒരു തന്ത്രം പ്രയോഗിച്ച് അവർക്ക് ചുറ്റും കൂടി നിൽക്കുമ്പോൾ അവരത്രയും അതിനർഹരായിരുന്നു. മദീനയിൽ നിന്ന് അവരവരുടെ ശല്യം കാരണത്താൽ പുറത്താക്കി ഖൈബറിലേക്ക് അവരെ പറഞ്ഞയച്ചു. ഖൈബറിൽ അവർക്ക് സുഭിക്ഷമായി കൃഷി ചെയ്ത് അവരുടെ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള അവസരങ്ങൾ റസൂലുള്ളാഹി നൽകി. പക്ഷേ ആ സുഭിക്ഷതയും ആ വളർച്ചയും അവർ ഉപയോഗപ്പെടുത്തിയത് പുറമേ നിന്നുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് പ്രചോദനം കൊടുക്കാനും അവരെ സഹായിക്കാനുമാണ്. മദീനയിൽ സ്വസ്ഥമായി വിശ്വാസികൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല ഖൈബറിൽ ഇവരുണ്ടായാൽ എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരെ തുരത്താനും അവരെ കീഴ്പ്പെടുത്താനും പുറപ്പെട്ടതായിരുന്നു. ആ സമയത്ത് തൻ്റെ മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, അലി ലി അൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറൻ ലക മിൻ ഹുമരിൻ നഈം. അലിയെ, ഇവിടെയും നീ മനസ്സിലാക്കേണ്ടത്, അവർക്കെതിരെ വാളെടുത്തുകൊണ്ട് അവരെ പരാജയപ്പെടുത്തുകയോ കൊല്ലുകയോ അവരോട് യുദ്ധം ചെയ്യുകയോ ചെയ്യുന്നതിലപ്പുറം മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. നീ കാരണത്താൽ ഒരു മനുഷ്യൻ ഹിദായത്തിലായാൽ അത് ദുനിയാവിൽ നിനക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഏറ്റവും വിശിഷ്ടമായത് ദുനിയാവിൽ വെച്ച് നീ നേടുന്നതിനേക്കാളും ഉത്തമം
ഒരാളെ ഹിദായത്തിലാക്കാൻ നിനക്ക് സാധിക്കുകയാണ് എന്ന് ആ സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ സഹോദരങ്ങളെ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്ത് ദഅവത്ത് നടത്തൽ നിർബന്ധമാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതൊരു ഓരോ വ്യക്തിയുടെയും പേരിൽ നിർബന്ധമാണോ അതല്ല സമൂഹത്തിൻ്റെ പേരിൽ നിർബന്ധമാണോ എന്നതിലേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഭൂരിഭാഗം പണ്ഡിതന്മാർ അതിനെ ഒരു സമൂഹം നിർവഹിച്ചു കഴിഞ്ഞാൽ അത് നിർവഹിക്കാത്ത ആളുകൾ കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ എല്ലാവർക്കും നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആരും ഈ കർമ്മം നിർവഹിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിക്കൊണ്ടും എല്ലാവരും കുറ്റക്കാരായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലതാനും. അപ്പോൾ ദഅവത്ത് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് ദഅവത്ത്? എന്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്? ദഅവ എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നാണ് അർത്ഥം. നമ്മളെ കല്യാണത്തിന് വിളിക്കുന്നതിനും ദഅവ എന്ന് പറയും. ദഅ എന്ന് പറഞ്ഞാൽ വിളിച്ചു എന്നാണ്. അതിൽ നിന്നാണ് നമ്മൾ പറയുന്ന ദഅവത്ത് എന്നുള്ള വാക്കുണ്ടാകുന്നത്. അദ്ദഅവത്തു ഇലല്ലാഹി ഹിയ ദഅവത്തുൽ ഖൽഖി ഇലൽ ഈമാനി ബില്ലാഹ്. ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ പറയുന്നത് അങ്ങനെയാണ്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വിളിക്കലാണ്. ആരിലേക്കാണ് വിളിക്കുന്നത്? ദഅവത്തുൽ ഖൽഖി ഇലൽ ഈമാനി ബില്ലാഹ്. സൃഷ്ടാവായ അല്ലാഹുവിലേക്ക്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നതിലേക്ക് ക്ഷണിക്കലാണ്. വ ഇത്തിബാഉ മാ ജാഅ ബിഹി റസൂലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിലേക്കും. അതാണ് സിമ്പിളായൊരു വാക്ക്. അല്ലാഹുവിലേക്കും റസൂലിലേക്കുമുള്ള ക്ഷണത്തെയാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ഭാഷാപരമായി നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിനും അത് പറയാം. പക്ഷേ ഒരു വിശ്വാസി അവന് സ്വർഗം ലഭിക്കണമെന്ന് വിചാരിച്ച് ഈ ലോകത്ത് സ്വീകരിച്ച ജീവിതമാർഗമുണ്ട്. ആ ജീവിതമാർഗം തൻ്റെ സഹജീവികൾക്കും ലഭിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അവർക്ക് നൽകുന്ന, അവരെ വിളിക്കുന്ന വിളിക്കാണ്, ആ മാർഗത്തിലേക്ക് വിളിക്കുന്ന വിളിക്കാണ് ദഅവത്ത് എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ വിളി ആരുടെ ബാധ്യതയാണ് സഹോദരങ്ങളെ? പണ്ഡിതന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണോ? എന്നിൽ നിന്ന് ഒരു ആയത്തുകളെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന പ്രവാചകന്റെ നിർദ്ദേശം എല്ലാം പഠിച്ച് തികഞ്ഞവരോടുള്ള നിർദ്ദേശമാണോ? അല്ല. ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോട് ഈ കാര്യം പറയുമ്പോൾ ആ ഉടനെ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നവരുണ്ട്. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയവരുണ്ട്. എല്ലാവരോടുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ എല്ലാം തികഞ്ഞ ഒരു സഹാബി ആയിരിക്കില്ല ആ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നൊരു സഹാബി. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശം അവർക്കെല്ലാവർക്കും ബാധകമായിരുന്നു എന്നതാണ് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അവർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ യാതൊരു നിലക്കുള്ള വീഴ്ചയും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളും ഞാനും ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ മാറ്റിവെക്കേണ്ടുന്ന ഒരു സംഗതിയല്ല. ഏതെങ്കിലും ഒരു സമയത്ത് പ്രത്യേകമായ സന്ദർഭങ്ങളിൽ നിർവഹിക്കേണ്ടതല്ല. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ കൊണ്ടു നടക്കേണ്ടുന്ന 5 നേരത്തെ നിസ്കാരത്തിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നോമ്പുകൾക്ക് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഇബാദത്തുകൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല സമയം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ദഅവത്ത് എന്നുള്ള അതിമഹത്തരമായ ഈ കാര്യത്തിന് സമയം നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ ഇപ്പോൾ ദഅവത്ത് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആ സമയത്ത് ദഅവത്ത് നടത്തണം. അത് പിന്നെയാകാമെന്ന് വിചാരിക്കാൻ പാടില്ല. അങ്ങനെ വിചാരിച്ചാൽ സ്വാഭാവികമായി കൊണ്ടും വലിയൊരു തെറ്റ്, വലിയൊരു അബദ്ധം, വലിയൊരു തെറ്റിദ്ധാരണ ഇസ്ലാമിനെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് ഒക്കെ ഉണ്ടാകാൻ കാരണമായി തീരുമെന്നതിനാൽ വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ദഅവത്ത് എന്നുള്ളത്. എങ്ങനെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റും നമുക്ക്? കാരണം ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളിൽപ്പെട്ട ഒരു സൽക്കർമ്മമാണ് ദഅവത്ത് എന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നു, അദ്ദഅവത്തു ഇലല്ലാഹി അഷ്റഫുൽ അഅമാൽ. മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമല് അത് ദഅവത്താകുന്നു. വഹിയ വലീഫത്തുൽ അംബിയാഇ വർ റുസുൽ. കാരണം അത് അംബിയാക്കന്മാരുടെയും
മുർസലുകളുടെയും ദൗത്യമാകുന്നു, ജോലിയാകുന്നു എന്നതാണ്. നോക്കൂ, ചില്ലറ പണിയല്ല ദഅവത്ത് എന്നത്. നമ്മൾ നല്ല ഉയർന്ന പോസ്റ്റിൽ നിൽക്കുന്ന, നമ്മളെല്ലാവരും അറിയുന്ന, സമൂഹം ആദരിക്കുന്ന ഒരാൾ ചെയ്യുന്ന പണി ആ കാറ്റഗറിയിൽ നിന്നുകൊണ്ട് നിർവഹിക്കാൻ നമുക്ക് ഒരവസരം ലഭിച്ചാൽ അവിടെ നിന്ന് സെൽഫി എടുത്തും അവിടെ നിന്ന് നമ്മൾ പല രൂപത്തിലും മറ്റുള്ളവർക്ക് അത് കാണാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന ആ അഭിമാനകരമായ ജോലിയെ സമൂഹത്തിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത് പോലെ, അതിൽ നമ്മൾ അഭിമാനം കാണുന്നത് പോലെ, സഹോദരങ്ങളെ, അഭിമാനത്തോടുകൂടി നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു വഴിയാണ് ദഅവത്ത് എന്നുള്ളത്. കാരണം അമ്പിയാക്കന്മാരുടെ പാതയാകുന്നു അത്, അമ്പിയാക്കന്മാരുടെ ജോലിയാകുന്നു അത്. ഇനി നിങ്ങൾ അമ്പിയാക്കന്മാരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ആ അമ്പിയാക്കന്മാർ, അവരിൽ അഷ്റഫുൽ ഖൽഖുണ്ട്. അതാരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ ഉലുൽ അസ്മിൽപ്പെട്ടവരുണ്ട്. അതാരാ? 1,00,000-ലധികം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ 5 നബിമാരെ കുറിച്ച് നബി അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതാണ്, അവർ ഉലുൽ അസ്മിൽപ്പെട്ടവരാണ്. അങ്ങേയറ്റം പരീക്ഷണങ്ങൾക്ക് വിധേയരായ, ഒരുപാട് അനുയായികളെ ലഭിച്ച, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ലഭിച്ച, അതെല്ലാം നിറവേറ്റിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ ഒരുപാട് പദവികൾ അലങ്കരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ പ്രവാചകന്മാർ, മറ്റ് പ്രവാചകന്മാർ, എല്ലാ പ്രവാചകന്മാരും, പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ക്വാളിറ്റിയാണ്. നുബുവത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അംഗീകാരമാണ്. ഈ ലോകത്ത് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അതെല്ലാവർക്കും ലഭിക്കുന്നുണ്ടോ? ഇല്ല. മറിച്ച് അതാത് കാലഘട്ടങ്ങളിൽ ആ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ, ഏറ്റവും വ്യക്തിത്വമുള്ള, ഏറ്റവും നല്ലവനായ, ആദരിക്കപ്പെടുന്ന മനുഷ്യനെ അള്ളാഹു തെരഞ്ഞെടുത്ത് ആ മനുഷ്യൻ അള്ളാഹു തആല നൽകുന്ന പദവിയാണ് നുബുവത്ത് എന്നുള്ളത്. ആ നുബുവത്ത് ലഭിക്കുന്ന പ്രവാചകന്മാരായ റുസുലുകളായ മുർസലുകളായി അള്ളാഹു സുബ്ഹാനഹു തആല കുറച്ചാളുകളെ നിയോഗിച്ചു. അവരൊക്കെ ഏറ്റവും ശ്രേഷ്ഠന്മാരായി മാറിയത് അവർ ദഅവത്ത് നടത്തി എന്നതുകൊണ്ടാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ദഅവത്തില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെ ഒരു പണി പ്രവാചകന്മാർക്കില്ലായിരുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട പദവി അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകുമായിരുന്നോ? ഇല്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് മുർസലുകളായ, അതേപോലെ തന്നെ ദഅവത്ത് നടത്തിയ ആ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ ആദരവുകൾ, ഇഹലോകത്തും പരലോകത്തും അള്ളാഹു നൽകിയ ആദരവുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ, എന്തെല്ലാം ആദരവുകൾ ആ പ്രവാചകനെ സംബന്ധിച്ച്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ തന്നെ, അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ നേതാവ്, മനുഷ്യന്മാരുടെ നേതാവ്, ശുപാർശ പറയാൻ അവകാശമുള്ളവൻ, സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിപ്പിക്കുന്നവൻ, ഒരുപാട് ശ്രേഷ്ഠതകൾ അല്ലാഹു സുബ്ഹാനഹു തആല നൽകി ആദരിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ദറജ, അല്ലെങ്കിൽ ആ ഒരു ജോലി, ആ ഒരു പദവിയാണ് ദഅവത്തിലൂടെ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് അതിൻ്റെ മഹത്വം അറിയാമായിരുന്നു. അതുകൊണ്ട് അവരുടെ മുമ്പിലുണ്ടായ പ്രതിസന്ധികൾ, അവരുടെ മുമ്പിലുണ്ടായ പ്രയാസങ്ങൾ അവർക്കൊരു നിലക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. പ്രയാസമുണ്ട്, പക്ഷേ അവർ തളർത്തിയില്ല എന്നതാണ് വസ്തുത. വിശ്വസ്തൻ എന്ന് പറഞ്ഞ നാവ് കൊണ്ട് കള്ളനെന്ന് വിളിച്ചു, വിശ്വസ്തൻ എന്ന് പറഞ്ഞ നാവ് കൊണ്ട് കവി എന്ന് വിളിച്ചു, ഭ്രാന്തനെന്ന് വിളിച്ചു, അതേപോലെ തന്നെ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവനെന്ന് പറഞ്ഞു. ആ രൂപത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാവ് കൊണ്ട് ആക്ഷേപിക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രവാചകനെ ആക്ഷേപിച്ചു, കൈകൊണ്ട് ഉപദ്രവിക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രവാചകനെ ഉപദ്രവിച്ചു. ത്വായിഫുകാർ പ്രവാചകനെ കല്ലെറിഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിൽ കൊണ്ടുപോയിട്ട് പ്രവാചകനെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തവണ്ണം പ്രവാചകനെ ബുദ്ധിമുട്ടിച്ച മനുഷ്യന്മാരുടെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെ സദ്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രവാചകന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയിട്ട് അവിടെ നിന്ന് ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് പറഞ്ഞയച്ചവർ ഈ സമൂഹത്തിലുണ്ട്. അതെല്ലാം പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായിട്ടും അഭിമാനത്തോടുകൂടി അദ്ഉ ഇലല്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് ആ ജോലി, ആ കൃത്യമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ച ജോലി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് എന്തുകൊണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ജീവിതം
ഖുർആൻ തന്നെ സൂചിപ്പിച്ചതാണ്, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം. പ്രയാസം കാരണത്താൽ സ്വന്തം ജീവിതം പോലും അപായപ്പെടുത്തുമാറ് പ്രവാചകന് ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും അഭിമാനത്തോടുകൂടി അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദഅ്വാ രംഗത്ത് പ്രവാചകനെ നിലനിർത്തിയ ഘടകം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദഅ്വത്താണ്, അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അതിലെല്ലാം അടങ്ങിയല്ലോ. കാരണം അള്ളാഹുവിൽ നമ്മൾ വിശ്വസിച്ചു, അള്ളാഹുവിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി, സ്വർഗ നരകങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. അതേപോലെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുമ്പോഴാണ് ആ അള്ളാഹുവിലേക്ക് കണ്ണും ചുമ്പി വിളിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രവാചകന്മാർ നിർവഹിച്ച പണി നിർവഹിക്കുന്നവർ അതായിത്തീരാൻ നമ്മൾ ആഗ്രഹിക്കണം എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിന് നമുക്ക് സമയമില്ലെന്ന് പറയാൻ പറ്റുമോ? അതിനെനിക്ക് ഒഴിവില്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ജീവിതം ഈ ദുനിയാവിൽ അവസാനിക്കുന്നതാണ്. നമ്മുടെ ജീവിതം ഈ ലോകത്ത് പെട്ടെന്ന് അവസാനിച്ചു പോകുന്നതാണ്. നമുക്കാർക്കും അതിലൊരു നിയന്ത്രണവുമില്ല, നമുക്കാർക്കും അതിലൊരു സ്വാധീനവുമില്ല. നമ്മൾ വിചാരിക്കാത്തൊരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ച ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ, നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന കാലടിയിലൂടെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ തന്നെ നമ്മുടെ മരണം സംഭവിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ, നമ്മൾ നടന്നു നീങ്ങിയ വഴിയിൽ ഒരു ദിവസം നമ്മൾ വെക്കുന്ന കാലടിയിൽ നമ്മുടെ മരണമുണ്ടാകാം. നമ്മൾ എന്നും നടക്കുന്ന വഴിയാ, അവിടെ വെച്ചായിരിക്കും ഒരു പാമ്പിൻ്റെ കടിയേൽക്കുക. അവിടെ വെച്ച് നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ ഈ റൂഫ് നമ്മുടെ തലയിലൂടെ പൊട്ടി വീണാൽ എത്ര കാലമായി നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നു ഇല്ലേ? നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ നമ്മൾ ഇടപഴകുന്ന, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ നമ്മളെ മരണം പിടികൂടിയേക്കാം. എപ്പോ എന്നറിയില്ല. ഒരു വാഹനത്തിൽ ഒരു സഹോദരൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അയാൾക്ക് ദാഹിക്കുന്ന സമയത്ത് അയാൾക്കും മക്കൾക്കും കുടിക്കാൻ വേണ്ടി അയാൾ ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ വാങ്ങി. ആ വെള്ളം അയാൾ കുടിച്ചു തീർന്നപ്പോൾ, അയാളും മക്കളും കുടിച്ചു തീർന്നപ്പോൾ, ദാഹിക്കുമ്പോഴല്ലേ വെള്ളം കുടിക്കുക, വിശക്കുന്നെന്ന് തോന്നുമ്പോഴല്ലേ വെള്ളം കുടിക്കുക, ശരീരത്തിന് ഉന്മേഷവും ആവേശവും ഉണ്ടാകാൻ വേണ്ടി കുടിച്ച ആ വെള്ളത്തിൻ്റെ ബോട്ടിൽ അയാൾ അലക്ഷ്യമായി താഴേക്കിട്ടു. അയാൾ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കെ മുന്നിൽ പെട്ടെന്നൊരു വാഹനം വന്നപ്പോൾ ബ്രേക്ക് ചവിട്ടി. പക്ഷേ ആ ബ്രേക്ക് ചവിട്ടിയപ്പോൾ അത് അമർന്നില്ല, വാഹനം നേരെ പോയി ഇടിച്ചു. എന്താ സംഭവിച്ചത്? അലക്ഷ്യമായിട്ട് ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ബ്രേക്കിൻ്റെ ഉള്ളിൽ പോയി തടഞ്ഞു നിന്നിരുന്നു. ആ ജീവൻ നിലനിർത്താൻ, ദാഹം മാറ്റാൻ വേണ്ടി കുടിച്ച ആ വെള്ളത്തിൻ്റെ ബോട്ടിൽ തന്നെ മരണത്തിന് കാരണമാകുമെന്നറിഞ്ഞിരുന്നുവെങ്കിൽ അയാൾ സൂക്ഷിക്കുമായിരുന്നില്ലേ? ഇതാണ് ജീവിതം എന്നറിയുക സഹോദരങ്ങളെ. നമ്മൾ വളരെ സന്തോഷത്തോടും വളരെ വൃത്തിയോടും കൂടി ഒരുക്കിയ നമ്മുടെ ബെഡറകളിൽ, നമ്മുടെ റൂമുകളിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നവരാണ്, വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരാണ്. പക്ഷേ ഒരു നാൾ നമുക്ക് വേണ്ടിയോ, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയോ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയോ ഒരു ICUവിൻ്റെ മുമ്പിൽ പുൽപ്പായ വിരിച്ച് അവിടെ അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് ഡോക്ടർമാരോ നഴ്സുമാരോ പറയുന്ന വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാതോർത്ത് എല്ലാം മറന്ന് കാത്തിരിക്കുന്ന ആ ഒരു നിമിഷം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരാനിരിക്കുന്നു. എപ്പോ എന്നറിയില്ല. നമ്മൾ സന്തോഷിച്ച് ജീവിക്കുന്നതിനിടക്കായിരിക്കാം ആ വാർത്തകൾ നമ്മളെ തേടിയെത്തുന്നത്. ഇന്നലകളിൽ എൻ്റെ അടുക്കലേക്ക് എത്തിയ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വിവരം അത് സങ്കടപ്പെടുത്തുന്നതാണ്. നമ്മളെപ്പോലെ സംസാരിച്ച് നടക്കുന്ന ചെറുപ്പക്കാരനായ, നമ്മുടെ കൂട്ടത്തിലല്ല എങ്കിൽ പോലും നല്ലവനായ ഒരു ചെറുപ്പക്കാരൻ, അത്യാവശ്യം നന്നായി ക്ലാസ് എടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ, ക്ലാസ്സിൽ പങ്കെടുക്കുകയോ എടുക്കുകയോ ചെയ്തുകൊണ്ടിരിക്കെ തലവേദനയും അതേപോലെ തന്നെ പനിയും പിടിവിട്ടു. അസ്വസ്ഥത തോന്നി. അദ്ദേഹത്തെ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. നാട്ടിലുള്ള ഹോസ്പിറ്റലിലെത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ സ്വീകരിച്ചില്ല, മൗലാനയിലേക്ക് വിട്ടു. അദ്ദേഹത്തിന് മാരകമായ ഒരു രോഗമാണ് എന്ന് സ്ഥിരീകരിച്ച് അദ്ദേഹത്തെ തലശ്ശേരി ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നു. 2-3 ദിവസം കൊണ്ടാണ്. കുടുംബത്തിൻ്റെ ജീവിത രീതി പോലും മാറില്ലേ സഹോദരങ്ങളെ? ഒഴിവില്ലെന്ന് പറഞ്ഞ്, അതേപോലെ തന്നെ സമയമില്ലെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അതൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അതൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തോളും, അതൊക്കെ നടന്നോളും, ഞാനില്ലെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കുമ്പോൾ സഹോദരങ്ങളെ, ജീവിതത്തെ മാറ്റിമറിക്കാൻ, ജീവിതത്തിൻ്റെ സ്വസ്ഥതകളെ മാറ്റിമറിക്കാൻ, സന്തോഷങ്ങളെ മാറ്റിമറിക്കാൻ അള്ളാഹ്ക്കൊരു നിമിഷം മാത്രമേ വേണ്ടി വരികയുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലൊരു സൽക്കർമ്മം നിർവഹിക്കാൻ കഴിയാതെയാണ് ഈ ലോകത്ത് നമ്മൾ വിട പറയുന്നതെങ്കിൽ അമ്പിയാക്കന്മാരുടെ പാതയിൽ ഞങ്ങളെ നീ നടത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന നമുക്ക് ആ പ്രാർത്ഥന
യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതേ, അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ, അല്ലേ, അമ്പിയാക്കന്മാരുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ പാതയിൽ അള്ളാഹുവേ നീ ഞങ്ങളെ നടത്തണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവർ സ്വീകരിച്ച ആ ഏറ്റവും പുണ്യകരമായ ദഅവത്തിന്റെ വഴി സ്വീകരിക്കാൻ വൈമനസ്യം കാണിച്ചു. എന്താ തടസ്സം? സമയമില്ല. എന്താ തടസ്സം? കുടുംബ പ്രശ്നങ്ങൾ. എന്താ തടസ്സം? ജോലിയാണ് പ്രശ്നം. എന്താ തടസ്സം? കുറേ തിരക്കുകളാണ് പ്രശ്നം. ഇങ്ങനെ ദുന്യവിയായ കാര്യങ്ങൾ പറഞ്ഞ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആരെങ്കിലും എൻ്റെ വാക്കുകൾ കേൾക്കുന്ന സഹോദരന്മാരായിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുക എന്ന പ്രവർത്തനം നിർവഹിക്കാതെയാണ് നമ്മൾ മരിച്ചു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്ന സൂറത്ത് ശുഅറായിലെ ആയത്ത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല എന്താ അവിടെ പറയുന്നത്? ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം, വമൻ അഹ്സനു ഖൗല, ഏറ്റവും നല്ല വാക്ക് അതേതാണ്? അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ള വാക്കാണ് എന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു മുഅദ്ദിനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്. അഥവാ ബാങ്ക് വിളിക്കുന്ന ആള് ചെയ്യുന്ന ഒരു പടിയുണ്ട്. എന്താ? ഹയ്യ അലസ് സ്വലാത്ത് ഹയ്യ അലൽ ഫലാഹ്, നിസ്കരിക്കാൻ വരിൻ, വിജയത്തിലേക്ക് വരിൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന, 5 നേരം വിളിക്കുന്ന ഒരു മുഅദ്ദിൻ ഈ ആയത്തിന്റെ പരിധിയിൽ വരുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക്, പടച്ച തമ്പുരാനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് മുഴുവൻ പ്രവാചകന്മാരും ദഅവത്ത് നടത്തിയ ആ തൗഹീദിന്റെ വഴിയിലേക്ക് വിളിക്കുക എന്നത് സഹോദരങ്ങളെ അതിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇസ്ലാമിൽ ഓരോ കാര്യത്തിനും ഒരു മർത്തബയുണ്ട്. നിസ്കാരം അമലുകളിലാണ് 1-ാം സ്ഥാനം. വിശ്വാസപരമായി നോക്കുമ്പോൾ ഈമാനാണ് ഒന്നാമതായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് നമ്മുടെ ഭൗതിക ജീവിതം തടസ്സമായി നിന്നുകൂടാ. അതിന് നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. എന്നാൽ ഒന്നുകൂടി നിങ്ങൾക്ക് ഞാനൊരു എളുപ്പ വഴി കൂടി പറഞ്ഞു തരാം. അതിന് പ്രത്യേകമായി സംവിധാനിച്ച് പ്രത്യേകമായ രൂപത്തിൽ നമ്മൾ ചില രൂപങ്ങൾ ഉണ്ടാക്കി എങ്കിൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ. അല്ല, അതൊരു മാർഗമാണ്, അതിൻ്റെ ഒരു ക്ലിയറായ രൂപമാണ്. ഇതിനെ വിജയിപ്പിക്കാനുള്ള ഒരു ഏറ്റവും നല്ലൊരു റൂട്ടാണത്. കാരണം ജീവിതത്തിലെ ഭൗതികമായ ഒരു കാര്യങ്ങൾ, ഏതൊരു കാര്യമാകട്ടെ, നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ അതിനൊരു ആസൂത്രണം ഉണ്ടാകും. ആസൂത്രണമില്ലാതെ ചെയ്താൽ അത് പരാജയപ്പെട്ടു പോകും, അതിൻ്റെ ഗുണം ലഭിക്കാതെ പോകും. അപ്പോൾ പ്രവാചകന്മാർ നിർവഹിച്ച ഈ പണി നിർവഹിക്കുമ്പോൾ അതെങ്ങനെ ചെയ്യണം, ആരോട് പറയണം, എങ്ങനെ ഇറങ്ങി പറയണം, എന്തൊക്കെ പറയണം, നല്ല ആസൂത്രണത്തോടു കൂടി നമ്മൾ നിർവഹിക്കണം. എന്നാൽ അതോടൊപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ഇരിക്കുക, പെട്ടെന്നൊരു വിഷയം ഉണ്ടായി, തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ, അയാൾ ചെയ്തത് ഒരു നല്ല കാര്യമല്ല. ഒരു ബോട്ടിൽ വെള്ളം അയാൾ എടുത്തുകൊണ്ട് കുടിക്കുന്നു. നമ്മൾ നോക്കിയപ്പോൾ അയാൾ ഇടത് കൈ കൊണ്ടാണ് കുടിക്കുന്നത്. എന്ത് പറയും നമ്മൾ? സാരല്ല, അയാൾ കുടിച്ചോട്ടെ, ഇപ്പം അയാളോട് പറഞ്ഞാൽ വിഷയമല്ലേ എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ വലിയൊരു അപരാധമാണ് ചെയ്യുന്നത്. നമ്മൾ വലിയൊരു ചാൻസ് കിട്ടിയിട്ട് ആ ചാൻസിനെ ഉപയോഗപ്പെടുത്താതെ പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ചാൻസുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പറയണം നമ്മൾ, സഹോദര, ഇടത്തെ കൈ കൊണ്ട് കുടിക്കാൻ പാടില്ല. പിശാചാണ് കുടിക്കുന്നത്, പിശാചാണ് ഇടത്തെ കൈ കൊണ്ട് കുടിക്കുക. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത്രയൊന്നും ചിലപ്പോൾ പറയേണ്ടി വരില്ല, വലത്ത് കൈ കൊണ്ട് കുടിക്കട. അയാൾ തിരുത്തും, അയാൾ ചിലപ്പോൾ ഓർക്കാതെ ചെയ്തു പോയതേക്കാരം. പക്ഷെ പറയേണ്ടത് പറഞ്ഞിട്ടില്ലെങ്കിലോ ആ ശൈത്താൻ്റെ പണി അവിടെ നടക്കും. എത്രയോ സംഭവങ്ങൾ അങ്ങനെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഒരു സഹാബി പള്ളിയിലേക്ക് കയറി ചെല്ലുകയാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ കണ്ട കാഴ്ച എന്തായിരുന്നു? അദ്ദേഹത്തിന് അവിടെ പോയിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് ഇറങ്ങിപ്പോന്നാൽ മതി. പക്ഷേ കുറച്ചാളുകൾ അവിടെ ഇങ്ങനെ വട്ടമുട്ടിയിരിക്കുന്നു. എന്നിട്ട് അവർ തസ്ബീഹുകൾ നിർവഹിക്കുന്നു. തസ്ബീഹ് ചെല്ലുന്നതും തഹ്ലീൽ ചെല്ലുന്നതും പുണ്യകരമാണ്, എണ്ണം പിടിച്ച് ചെല്ലാം, നമുക്കെത്രയും ചെല്ലാം. പക്ഷേ അവിടെ ഒരു ശൈലി കണ്ടു, അതുവരെ കാണാത്തൊരു ശൈലി. അവർ കുറച്ച് കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. എന്നിട്ട് അവർ ചെല്ലുന്ന തസ്ബീഹുകളും തഹ്മീദുകളും തെറ്റാതിരിക്കാൻ അവർ എണ്ണം പിടിക്കുന്നു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്.
കല്ലിൽ എണ്ണം പിടിക്കുന്നു. ഇന്ന് നമ്മൾ തസ്ബീഹ് മാലകളിൽ എണ്ണം പിടിക്കുന്നത് പോലെ, അതേപോലെ തന്നെ ചെറിയൊരു മെഷീൻ ഉണ്ടല്ലോ, അതിൽ എണ്ണം പിടിക്കുന്നത് പോലെ എണ്ണം തെറ്റാതിരിക്കാൻ. അങ്ങനെ അത് കണ്ടപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. ഒരു ദിവസം ഒരു വിശ്വാസി 100 വട്ടം പറയണം. ആ തസ്ബീഹ് തെറ്റാതിരിക്കാൻ നല്ലൊരു പണിയാണ് നിങ്ങൾ ചെയ്ത്. അങ്ങനെയാണോ പറഞ്ഞ്? നമ്മുടെ ആൾക്കാർ അങ്ങനെ പറയാം, ഈ കാലഘട്ടത്തിൽ അങ്ങനെ പറയാം. എന്താ കുഴപ്പം നോക്കും? കുഴപ്പമുണ്ട്. സ്വഹാബത്ത് കുഴപ്പം കണ്ടു. അതിന് എന്താ കുഴപ്പം എന്നറിയോ? ഈ ദീനിനെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന, സ്വർഗ വഴി പഠിപ്പിക്കാൻ വേണ്ടി വന്ന അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണ്ണനാണ്, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ എന്ന് ജനങ്ങളിലേക്ക് നോക്കി ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്താ? ബല്ലാന, അതേ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്, എല്ലാം എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിയവരാണ്. ആ സ്വഹാബത്ത് മരിച്ചു തീരുന്നതിന് മുമ്പാണ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കുത്തിരുന്നിട്ട് ചെല്ലുന്നത്. അവർക്ക് സഹിക്കുവാത്. അവർ പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചിട്ടുണ്ട്, റസൂലുള്ള മരിച്ചു പോയിട്ട് കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ, പ്രവാചകൻ ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല, പ്രവാചകൻ ഉപയോഗിച്ച വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല. അപ്പോഴേക്ക് ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം ദിക്ർ ചെല്ലുന്നതിൻ്റെ സൗകര്യം പറഞ്ഞുകൊണ്ട് ദീനിലുണ്ടാക്കുകയാണോ നിങ്ങൾ? ഇറങ്ങിപ്പോയിനടാ ഇവിടുന്ന് എന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് അവർ ആട്ടി ഓടിച്ചു എന്നുള്ളത് ചരിത്രമാണെങ്കിൽ, സഹോദരങ്ങളെ, സന്ദർഭങ്ങൾ കിട്ടുമ്പോൾ, തിന്മകൾ കാണുമ്പോൾ അവിടെ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതാണ് ഏറ്റവും വലിയ ദഅവത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതെവിടുന്ന് തുടങ്ങണം? കുടുംബത്തിൽ നിന്ന് തുടങ്ങണം, മക്കളിൽ നിന്ന് തുടങ്ങണം, ഭാര്യയിൽ നിന്ന് തുടങ്ങണം. ഓരോടൊന്നും പറയില്ല. നാട്ടുകാരോട് പറയാൻ വേണ്ടി നടന്നാൽ അത്തരം ആളുകളെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സ്വന്തം ജീവിതത്തിലില്ലാത്തൊരു കാര്യം, വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചതാണ്, അവരത് വിശദീകരിച്ച് പറയുന്നുണ്ട്. സ്വന്തം ജീവിതത്തിലില്ലാത്തൊരു കാര്യം പറയാൻ പോകരുത് എന്നുള്ളത്, അത് പറയുന്നത് വലിയ അപരാധമാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഗൗരവപ്പെട്ടൊരു കാര്യം അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നമ്മൾ എടുക്കണം. ഇത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് സ്വഹാബത്തൊക്കെ അവരുടെ പണി കൃത്യമായി നിർവഹിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രഹസ്യ പ്രബോധനം നടത്തുന്ന കാലത്ത് പ്രവാചകന്റെ അടുക്കൽ നിന്ന് ദീൻ പഠിച്ചിട്ട് അത് രഹസ്യമായി ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ദഅവാ പ്രവർത്തനങ്ങളിലൂടെ ഇസ്ലാം മതം സ്വീകരിച്ചവർ ആരൊക്കെയാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദഅവത്ത് പ്രകാരമാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ ദഅവത്ത് പ്രകാരമാണ്. പ്രമുഖരായ പല സഹാബിമാരും ഇസ്ലാമിനെ മനസ്സിലാക്കിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദഅവത്ത് കൊണ്ടാണ്. എനിക്കല്ലല്ലോ നുബുവത്ത് വന്നിട്ടുള്ളത്, ഞാനല്ലല്ലോ നബി, അത് മുഹമ്മദ് പറഞ്ഞോളും, ഞാൻ കാണിച്ചു കൊടുത്തോളാം. അങ്ങനെയല്ല പറഞ്ഞു കേൾപ്പിച്ചു, പഠിപ്പിച്ചു കൊടുത്തു. ആരെയെങ്കിലും കിട്ടാനുണ്ടോ പറഞ്ഞു കൊടുക്കാൻ എന്ന നിലക്ക് അവർ അന്വേഷിച്ച് നടന്നു. അതായിരുന്നു സ്വഹാബത്ത്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നവരുടെ കൗലുകളിൽ കാണാം, ഒരു മനുഷ്യൻ അവസാന സമയത്ത് മരണാസന്നമായി കിടക്കുമ്പോൾ അവർക്ക് തിരിച്ചു വന്ന് ഒരു അമല് ചെയ്യാൻ അവസരം കൊടുക്കുകയാണെങ്കിൽ എന്തു ചെയ്യും എന്നൊരു ചോദ്യമുണ്ടായാൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, അറിവുള്ളവർ പറയും, എനിക്ക് അല്ലാഹുവിൻ്റെ ദീനിലേക്ക് ഒരാളെയെങ്കിലും ക്ഷണിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് പറയുക എന്നാണ്. കാരണം നിസ്കരിച്ചാൽ അത് അയാളിൽ ഒതുങ്ങും, ഒരു നന്മയായി മാത്രം. അയാൾ ചെയ്യുന്ന ഏതൊരു നന്മയും അയാളിൽ ഒതുങ്ങുമെങ്കിൽ ഒരു ദഅവത്ത് അത് അയാളിൽ ഒതുങ്ങുകയില്ല. ആർക്കെങ്കിലും ഒരു ദീനിൻ്റെ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അയാൾ മരിച്ചു പോയാലും അതിൻ്റെ ഗുണഫലങ്ങൾ ഇവിടെ നിലനിൽക്കുമെന്നതിനാൽ സഹോദരങ്ങളെ, ദഅവത്തിനെ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം നടത്തുന്ന ഒരു കാലഘട്ടം. ആ കാലത്ത് മക്കയിലേക്ക് വരികയാണ്, കേട്ടറിഞ്ഞു വരികയാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. അങ്ങനെ വന്ന് എവിടെയാണ് മുഹമ്മദ് എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ചെന്നുപെട്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ തന്നെയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പരിചയപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് വന്നതാണ്, നിങ്ങൾ എന്താണ് ആളുകളോട് പറയുന്നത് അതെനിക്ക് പഠിപ്പിച്ചു തരൂ. അങ്ങനെ അദ്ദേഹത്തോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു, ഷഹാദത്ത് സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഞാനിത് ചെന്ന് പറയട്ടെ ആളുകളോട്? ഇല്ല, നീ ഇത് ഇപ്പം പറയാൻ പറ്റില്ല, പറയാൻ നമുക്ക് ഇപ്പം അങ്ങനെ ഒരു സാഹചര്യമില്ല, ഇപ്പം പറയരുത്, നീ അത് മറച്ചു വെക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം സ്വീകരിച്ച
ആ സത്യത്തിൻ്റെ വെളിച്ചം അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ അതിങ്ങനെ ഇടിവെട്ട് പോലെ പ്രകമ്പനം കൊള്ളിച്ചപ്പോൾ അത് പറയാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം കഅബാലയത്തിൻ്റെ അടുക്കലിരിക്കുന്ന അബൂജഹലിൻ്റെയും ഉത്തബത്തിൻ്റെയും ഒക്കെ മുന്നിൽ ചെന്നുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ഉറക്കെ അതങ്ങോട്ട് പ്രഖ്യാപിച്ചു. എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് പൊതിര അടി കിട്ടി. അദ്ദേഹം ബോധക്ഷയനായി. അവസാനം അബ്ബാസ്, അന്ന് മുസ്ലിമായിട്ടില്ല, അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേൽ കമിഴ്ന്ന് വീണ് കടന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ കൂട്ടരെ ചെയ്യുന്നത്? ഗഫാരി ഗോത്രത്തിൻ്റെ മുന്നിലൂടെയാണ് ആ ഗഫാരി ഗോത്രക്കാരെ മറികടന്നുകൊണ്ടല്ലാതെ കച്ചവട സംഘങ്ങളായി നമുക്ക് പോകാൻ സാധിക്കുകയില്ല. അവരെ ഉപദ്രവിക്കുകയാണോ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. അദ്ദേഹം ആ ഷഹാദത്തുമായി നാട്ടിൽ പോയി തിരിച്ചു വരുന്നത് എങ്ങനെയാ? അദ്ദേഹത്തിൻ്റെ നാട്ടിലെ അനുയായികളെയും കൊണ്ടാണ്, ആളുകളെയും കൊണ്ടാണ് മദീനയിലേക്ക് പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്നത്. പ്രവാചകൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഒറ്റക്കായി വന്നവൻ ഇസ്ലാമിലേക്ക് ഒറ്റക്ക് വന്നു, അല്ലേ? അന്വേഷിച്ചു വന്നതാണ്. ഇനി അദ്ദേഹം ഒറ്റപ്പെട്ടവനായി മരണപ്പെടും. നാളെ പരലോകത്ത് അദ്ദേഹം ഒറ്റപ്പെട്ടവനായി കൊണ്ട് തന്നെ പുനരെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും എന്ന് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുള്ള വാക്കുകളാണ്. അദ്ദേഹം പ്രവാചകന്റെ കാലശേഷം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭരണാധികാരികളുടെ ഭരണരംഗത്തുണ്ടാകുന്ന ചില പോരായ്മകൾ കണ്ടിട്ട് അതിലൊക്കെ പ്രതിഷേധിച്ചിട്ട് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാതെ വിജനമായ മരുഭൂമിയിൽ പോയി ഒറ്റക്ക് താമസിച്ച് അങ്ങനെ അവിടെ കിടന്നാണ് അദ്ദേഹം മരിക്കുന്നത് എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത്രയധികം ഇസ്ലാമികമായ കാഴ്ചപ്പാടുകളെ ജീവിതത്തിൽ പകർത്തി അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് അതിലെന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കാണാനാകില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് മാറി നിൽക്കുകയും ചെയ്തിരുന്ന സ്വഹാബത്ത്, അവരൊക്കെയാണ് പ്രവാചകന്മാരുടെ പാത സ്വീകരിച്ചവർ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രബോധന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ആരാ സഹോദരങ്ങളെ? മിസ്അബ് ബിൻ ഉമൈർ സുമുഖനും സുമുഖനായ ഒരു വ്യക്തിത്വമായിരുന്നു. സമ്പന്നതയുടെ മടിത്തട്ടിൽ മാതാവിൻ്റെ പരിലാളനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എല്ലാ സുഖലോലുപതയും ആസ്വദിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ച ഒരു സഹാബി. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് രാവിലെ ഉടുത്ത വസ്ത്രം വൈകുന്നേരം അദ്ദേഹം ഉടുക്കുമായിരുന്നില്ല. അത്രയും കുലീനനായി സമ്പന്നനായി ജീവിച്ച മനുഷ്യൻ. അദ്ദേഹം പൂശുന്ന അത്തറുകളുടെ പരിമളം ദൂരത്തേക്ക് അദ്ദേഹം നടന്നു വരുമ്പോൾ അടിച്ചു വീശുമായിരുന്നു എന്നാണ്. അദ്ദേഹം നടന്നു പോകുമ്പോൾ തരുണികൾ, പെണ്ണുങ്ങൾ, യുവതികൾ അദ്ദേഹത്തെ വീടറകളിൽ നിന്ന് ഒളിയിട്ട് നോക്കുമായിരുന്നു എന്നാണ്. അത്രയധികം സുന്ദരനും സുമുഖനുമായ ആ മിസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? കഫൻ ചെയ്യുന്ന സമയത്ത് ഉഹുദിന്റെ രണാങ്കണത്തിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടിട്ട് അദ്ദേഹത്തെ സ്വഹാബത്ത് കഫൻ ചെയ്യുകയാണ്. എങ്ങനെ കഫൻ ചെയ്യുന്നത്? ഉടുത്ത വസ്ത്രം കൊണ്ട്. ആ വസ്ത്രം നീളമില്ലാത്ത ഒരൊറ്റ വസ്ത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ തല മറച്ചാൽ കാല് മറക്കാനുള്ള സ്ഥലമുണ്ടാവില്ല, കാല് മറച്ചാൽ തല പുറത്താകും. അങ്ങനെ അവസാനം ഇദ്ഖർ പുല്ലുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിൻ്റെ കാൽഭാഗം മറച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. സമ്പന്നത നഷ്ടപ്പെട്ടു, പരിമളം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. എങ്ങനെ സഹോദരങ്ങളെ? അദ്ദേഹം മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് ആരെ പറഞ്ഞയക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ആളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ തീരുമാനിക്കുകയാണ് തൻ്റെ സവിധത്തിലേക്ക് കയറി വരുന്ന ആളെയാണ് ഞാൻ ഇനി പറഞ്ഞയക്കുന്നത് എന്ന്. അങ്ങനെ അതാ കയറി വരുന്നു സുമുഖനായ മിസ്അബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെയാണ് പ്രവാചകൻ തെരഞ്ഞെടുക്കുന്നത്. പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മദീനയിലേക്ക് പോകണം. അവിടുത്തെ കുറച്ച് ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ ചെന്നിട്ട് ഇസ്ലാമിനെ നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂമിനെയും അതേപോലെ തന്നെ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെയും മദീനയിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം അവിടെ ചെന്നു. എന്നിട്ട് അവിടുത്തെ ചുറ്റുപാടുകൾ ഇവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി. അവിടുത്തെ നേതാക്കന്മാർ ആരൊക്കെയാണ്, അവിടുത്തെ സാമൂഹിക പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കി. ഔസ്, ഖസറജ്, അതേപോലെ തന്നെ ജൂതന്മാര്, ക്രിസ്ത്യാനികൾ, അവരുടെ കൂട്ടത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള ഗോത്രങ്ങൾ, ഇവരുടെയൊക്കെ നേതാക്കന്മാരെ മനസ്സിലാക്കി. എന്നിട്ട് അവരുടെയൊക്കെ അടുക്കലേക്ക് ഒറ്റക്ക് ചെന്നുകൊണ്ട് അദ്ദേഹം ദീനിനെ കുറിച്ച്, ഖുർആനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. അതിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഔസ് ഗോത്രത്തിന്റെ നേതാവായിരുന്ന ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആദ്യം അതിനെ എതിർത്തു. അദ്ദേഹം കണിശമായി എതിർത്തു. പക്ഷേ അദ്ദേഹം ഈ മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൃത്യമായ, വശ്യമായ, സൗമ്യമായ ആ തെളിവുകൾ ഉദ്ധരിച്ചു കൊണ്ടുള്ള പ്രബോധനത്തിലൂടെ, വാക്കുകളിലൂടെ അദ്ദേഹം അവിടെ അടങ്ങിയിരുന്നു.
അദ്ദേഹം അടങ്ങിയിരുന്നത് കേട്ടു. ആ സത്യം ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്നതിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ഞാൻ നിങ്ങൾ പറയുന്ന വാക്ക് സ്വീകരിക്കാൻ, ഞാൻ നിങ്ങൾ പറയുന്ന മതം സ്വീകരിക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്നതിലേക്ക് വരെ ആ സംസാരം എത്തി എന്നതാണ്. അങ്ങനെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. അവസാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ടായ അവസ്ഥ എന്താ? പിന്നെ ഒരു കൊടുങ്കാറ്റായിരുന്നു. കാരണം അദ്ദേഹം മദീനയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ആ സ്വാധീനം അദ്ദേഹം ഉപയോഗപ്പെടുത്തി അദ്ദേഹം വീട് വീടാന്തരം കയറിയിറങ്ങി. ഇതാ ഞാൻ ഇങ്ങനെ ഒരു മതം സ്വീകരിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു ആശയം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവരെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങളോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഞാൻ സ്വീകരിച്ച ഈ സത്യമതം, ഞാൻ സ്വീകരിച്ച ഈ ആശയം, അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തി. നിങ്ങളിത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ല എങ്കിൽ ഞാനുമായുള്ള ബന്ധം വിച്ഛേദിക്കുക. ഞാനുമായുള്ള ബന്ധം വിച്ഛേദിക്കുക. നമ്മൾ തമ്മിൽ പിന്നീട് ഒരു ബന്ധവുമില്ല, നമ്മൾ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സമൂഹത്തെ മുഴുവനും വിളിച്ചു കൂട്ടിക്കൊണ്ട് അദ്ദേഹം ദഅവത്ത് നടത്തിയതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താ അതിൻ്റെ ഫലമുണ്ടായത്? ഒരു സാധാരണക്കാരൻ പറയുന്നത് പോലെ ആവില്ല. കുറച്ച് സ്വാധീനമുള്ള നേതാക്കന്മാരായ, സമ്പന്നതയുള്ള, മറ്റുള്ളവരെ സഹായിക്കുന്ന, ഭൗതിക രംഗത്ത് സഹകരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ വാക്കുകൾ എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് ഔസ് ഗോത്രക്കാർ ഇസ്ലാമിലേക്ക് വരികയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കിയും, ഇത് നബി മാത്രം ചെയ്ത പണിയല്ല. നബിയിൽ നിന്ന് പ്രചോദനം കിട്ടിയ സഹാബത്ത് അതേ വെളിച്ചം കെടാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ കോണുകളിൽ, വിവിധ പ്രദേശങ്ങളിൽ, ഗോത്രങ്ങളിൽ അവരത് നടപ്പാക്കിയപ്പോൾ അതിൻ്റെ ഫലമാണ് ലോകത്ത് ഇന്ന് കാണുന്ന മുസ്ലിങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആ ദഅ്വാ പ്രവർത്തനത്തിൽ ഭാഗവാക്കാകണം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങിയെന്ന്. 5 കൊല്ലം മാത്രമേ ആ സ്വഹാബി ജീവിച്ചിട്ടുള്ളൂ ലോകത്ത്. 5 കൊല്ലം. 5 കൊല്ലം ജീവിച്ചിട്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അർശ് ഈ ലോകത്ത് അദ്ദേഹത്തിൻ്റെ റൂഹിനെ പിടിച്ചപ്പോൾ കുലുങ്ങിയെങ്കിൽ സഹോദരങ്ങളെ, അദ്ദേഹം ചെയ്ത പുണ്യം എത്ര വലുതായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ചില്ലറക്കാര്യമല്ല നമ്മുടെ പണ്ഡിതന്മാർ ചെയ്യുന്നത്, ചില്ലറക്കാര്യമല്ല നമ്മുടെ ദായിമാർ ചെയ്യുന്നത്, ചില്ലറക്കാര്യമല്ല നമ്മുടെ സംഘടനാ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഉറക്കമൊഴിക്കലുകൾ, അവരാലോചിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇരുത്തങ്ങൾ, അവരാലോചിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടേത് മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ നേതൃത്വങ്ങളൊക്കെയും നമ്മളൊക്കെയും അതിലൊരു കണ്ണിയാകാൻ, അതിലൊന്ന് കൂടെ ചേരാൻ, അതിൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ നമുക്ക് സമയമില്ലെന്ന് പറയുമ്പോൾ ആ അള്ളാഹു നിശ്ചയിച്ച ആ സമയം എപ്പോഴെത്തിയാലും സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കണം. ഇതൊരു വലിയ വിഷയമാണ്. ഇതെങ്ങനെ പറഞ്ഞാൽ നീണ്ടു പോകും. നമ്മൾ കരുതിയിരിക്കണം. നന്നായി ദഅവത്ത് നടത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയാം, ഇസ്ലാമിനെ ഇന്ന് മുസ്ലിം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഹാദിയ പെണ്ണ് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അമ്മ പറഞ്ഞൊരു വാക്ക് കിട്ടിയിരുന്നു. നിങ്ങൾ ഓള് മതം മാറിയില്ലൊന്നുമല്ല എനിക്ക് വേദന, ഓള് തീവ്രവാദി മതത്തിക്കാണല്ലോ പോയത്. ആ അമ്മൻ്റെ വേദനയാണ്. ആ അമ്മ ഈ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ തീവ്രവാദി മതം എന്നാ. അതിനാര് തിരുത്തി കൊടുക്കും ആ വാക്ക്? ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ചർച്ചകൾ നോക്കി നിങ്ങൾ. ഇസ്ലാമിനെങ്ങനെ തീവ്രവാദ മതം, അതേപോലെ തന്നെ നന്മയില്ലാത്ത മതം, ആളുകൾക്ക് ഒരു നിലക്ക് ഉപകാരമില്ലാത്ത മതം, ഇങ്ങനെയൊക്കെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു തിന്മ ചെയ്താൽ അത് മുസ്ലിം പേരുണ്ട് എങ്കിൽ അത് മുഴുവനും ഇസ്ലാമിൻ്റെ പേരിലേക്ക് ചാർത്തപ്പെടുന്ന രൂപം, പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്ന മതം, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത മതം, ഇങ്ങനെ 100 കൂട്ടം ആരോപണങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിൻ്റെ പുറത്ത് നിൽക്കുന്നവർ. അതോടൊപ്പം ഇസ്ലാമിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുകൾ, എന്താ അതിന് കുഴപ്പം? ആണിന് പെണ്ണായിക്കൂടെ, പെണ്ണിന് ആണായിക്കൂടെ, പെണ്ണിനും പെണ്ണിനും കല്യാണം കഴിച്ചൂടെ, ആണിനും ആണിനും കല്യാണം കഴിച്ചൂടെ, ഇത് ഞങ്ങളുടെ പ്രൊഫഷനല്ലേ, മമ്മൂട്ടി അഭിനയിക്കുന്നില്ലേ, പിന്നെ എന്താ ഞങ്ങൾക്ക് അഭിനയിച്ചാൽ? ഇതാണ് മനുഷ്യന്മാരെ കോലം, ഇതാണ് മുസ്ലിമിൻ്റെ കോലം. ഈ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടും നമ്മൾ തലക്കും കൈ വെച്ചുകൊണ്ട് സുഖമായി കിടന്നുറങ്ങുന്നതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ എനിക്ക് പിന്നെ മറ്റൊന്നും പറയാനില്ല. നമുക്കൊക്കെ അതിലൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചേ മതിയാകൂ. ഇത് ദഅവത്ത് എന്നത് ആരുടെയെങ്കിലും പണിയല്ല. ഒരു പണ്ഡിതൻ പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുകയാണ്, കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ അവർ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അവർ പോകാറുണ്ട് ദഅവത്തിന് വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ചെന്നപ്പോൾ ഒരു പ്രദേശത്ത് ചെന്നത്രേ. അപ്പോൾ ചെന്നപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള വഴി വളരെ ദുർഘടം പിടിച്ചത്, ചളി പിടിച്ചത്, വാഹനം പോകാത്തത്. എങ്ങനെ പോകും അങ്ങോട്ട് എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കുന്നിറങ്ങി ഒരു സ്ത്രീ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അവർക്ക് ചളി പ്രശ്നമല്ല,
അവർക്ക് ദുർഘടമായ വഴി പ്രശ്നമല്ല. ഒരു സാധാ സ്ത്രീ അവർ നടന്നിങ്ങനെ അവരുടെ മുന്നിലൂടെ പോയി. ആരാന്നറിയോ? മുസ്ലിം പെണ്ണൊന്നുമല്ല, ക്രിസ്തീയ പാതിരി ദഅവത്ത് നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ മതത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു കന്യാസ്ത്രീ. സത്യമല്ലാത്തൊരാദർശത്തിനു വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ആളുകളെ ആകർഷിക്കുന്ന, ആളുകൾക്ക് അറ്റാച്ച് ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിലൂടെ, ആളുകളെ തലോടുന്ന പ്രവർത്തനങ്ങളിലൂടെ അന്യായമായ അസത്യമായ അല്ലാഹു സുബ്ഹാനഹു തആല ആകാശഭൂമികൾ പൊളിഞ്ഞു പോകുമാറ് വലിയ അപരാധമാണ് അവർ ചെയ്യുന്നത് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ആ മെസ്സേജിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി, ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതിന് ഞങ്ങൾക്ക് കൂലി കിട്ടുമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ വിളിക്കുന്നത് അസത്യത്തിലേക്കാണ്, അവർ വിളിക്കുന്നത് നരകത്തിലേക്കാണ്. പക്ഷേ അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ്. ഉറങ്ങാൻ നമുക്ക് സാധിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ കയ്യിലുള്ള ആളുകൾക്ക് ഗുണകരമായ ഏറ്റവും നല്ല മതം, വെളിച്ചം, ആശ്വാസം, ഏറ്റവും വലിയ ഖൈറ്, ആ ഖൈറ് നമ്മുടെ കയ്യിലുണ്ടായിട്ട് അത് ഖൈറാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ അതിന് ശിക്ഷക്കർഹരാണ് എന്നുള്ള, അല്ലെങ്കിൽ പടച്ച തമ്പുരാൻ്റെ ആ കാരുണ്യത്തിന് നമ്മൾ അർഹരല്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദഅവത്ത് എന്നുള്ളത് നമ്മളെല്ലാവരും ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ച് നമ്മൾ ഓരോരുത്തരും കടന്നു വരേണ്ടുന്നൊരു മേഖലയാണ്. അതാണ്, ആ ഒരു ബോധ്യമാണ് സ്വഹാബത്തും താബിയകളും തബഉ താബിയങ്ങളുമൊക്കെ ഈ കാര്യം നിർവഹിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാം, സ്ത്രീകളും ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ തോന്നും ഇത് ആണുങ്ങളെ മാത്രം പണിയാണ്. അല്ല, പെണ്ണുങ്ങൾക്കും ഇതിൽ ബാധ്യത ഉണ്ട്. നിങ്ങൾ നോക്കി, ഇസ്ലാമിലെ ഒന്നാമത്തെ ഷഹീദ് ആരാ? സുമയ്യ ബീവിയാണ്. എങ്ങനെയാണ് അവർ ഷഹീദയായത്? അവർ ഷഹീദയായത് ഇസ്ലാം പ്രഖ്യാപിച്ചത് കൊണ്ടാണ്, അത് സ്വീകരിച്ചത് കൊണ്ടാണ്. അപ്പം സ്വീകരിച്ച് അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുമ്പോൾ സഹോദരങ്ങളെ, സഹോദരിമാരെ, അതൊരു ദഅവത്താണ്. അത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും അല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖല ഉണ്ടാവും. അവിടെയൊക്കെ നമ്മൾ അതൊരു ഉത്തരവാദിത്തമായി കണ്ട് നോക്കി. നിങ്ങൾ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അത് ആണുങ്ങളോട് മാത്രം പറഞ്ഞ അല്ല, പെണ്ണുങ്ങൾക്കുള്ളതാണ്. ഉദഉ ഇലാ സബീലി റബ്ബിക്, നിന്റെ രക്ഷിതാവിലേക്ക് നീ ക്ഷണിക്കുക എന്ന് പറഞ്ഞത് ആരോടാ? പുരുഷന്മാരോടാ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ഭാഗമാണ്, പുരുഷൻ്റെ ഒരു ഭാഗമാണ് സ്ത്രീ. സ്ത്രീ സെപ്പറേറ്റ് പ്രത്യേകമായി സ്ത്രീകളോട് പറഞ്ഞ കൽപ്പനകൾ മാത്രമേ അവർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പുരുഷന്മാരോട് പറഞ്ഞ കാര്യങ്ങളും അവർക്ക് കൂടി ബാധകമായതാണ്. ബസ്രയിൽ ഉണ്ടായിരുന്ന ഒരു താബി വനിത, ഇബ്നു സീരീൻ എന്ന് പറയുന്ന പണ്ഡിതൻ്റെ മകളായിരുന്നു അവർ. അവർ പറയുകയാണ്, ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ സ്ത്രീകളെ, പ്രത്യേകിച്ച് യുവതികളായ പെൺകുട്ടികളെ പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടാനോ ഒന്നും വിടുമായിരുന്നില്ല. അവരെ പരമാവധി വീട്ടിൻ്റെ ഉള്ളുകളിൽ തന്നെ ഞങ്ങൾ ഒതുക്കിയിരുത്തുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു സഹാബി വനിത ബസ്രയിൽ വരികയുണ്ടായി. അവർ പറഞ്ഞു, ഞങ്ങളുടെ കാലഘട്ടത്തിൽ എൻ്റെ സഹോദരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബിയാണ് എൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചിട്ടുള്ളത്. ആ സ്വഹാബി പ്രവാചകൻ്റെ കൂടെ 12ഓളം യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ 12ഓളം യുദ്ധങ്ങളിൽ 6 യുദ്ധങ്ങളിൽ എൻ്റെ സഹോദരിയും അവരുടെ ഭർത്താവിൻ്റെ കൂടെ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല, എന്തായിരുന്നു അവർ ചെയ്തിരുന്നത് എന്നതുകൂടി അവർ പറഞ്ഞു. യുദ്ധക്കളങ്ങളിൽ പരിക്കേറ്റ് മുറിവേറ്റ് വരുന്ന സൈനികരെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ, അതുപോലെയുള്ള സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി കൊടുക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത് എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ മഹദിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് ഇങ്ങനെ ഒന്നിനും സമ്മതിക്കാതെ അടക്കിപ്പിടിച്ച് ഈ നിർത്തുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് ശരിയല്ല. അവർക്ക് അവരുടേതായ മേഖലകളിലേക്ക് വരാം. എന്നിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ, സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവർ പള്ളിയിലേക്ക് വന്നിരുന്നു എന്ന്, ഈദ്ഗാഹുകളിലേക്ക് വന്നിരുന്നു എന്ന്, ഈദ്ഗാഹുകളിലേക്ക് ഋതുമതികളായ പെണ്ണുങ്ങളെ പോലും കൊണ്ടുവന്നിരുന്നു എന്ന്, അതേപോലെ തന്നെ അവർക്ക് പ്രത്യേകമായ ഉപദേശങ്ങൾ പ്രവാചകൻ നൽകിയിരുന്നു എന്ന്. ആർക്കെങ്കിലും വസ്ത്രമില്ലാത്തതിൻ്റെ പേരിൽ വരാൻ കഴിയുന്നില്ല എങ്കിൽ വസ്ത്രം കടം കൊടുത്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ഈദ്ഗാഹുകളിൽ പങ്കെടുക്കണമെന്ന്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്
പറ്റാത്തൊരു മേഖലയല്ല ദഅവത്ത്. അവർക്ക് അവരുടേതായ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലൂടെ ആ കാര്യങ്ങൾ അവർ വൃത്തിയായി നിർവഹിക്കണം. കാരണം ഈ ദഅവത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞ മുഴുവൻ ആയത്തുകളും ഹദീസുകളും നമുക്കെല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ആ വിഷയത്തിൽ സഹായിക്കുന്നത് പോലും ദഅവത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പരസ്പരം നമ്മളൊക്കെ സഹകരിച്ച് അള്ളാഹുവിൻ്റെ ഈ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി ആവുന്നതും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് പ്രവാചകന്മാരുടെ ആ ജോലി നിർവഹിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.